ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടെ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് HSA ഫിസിക്കൽ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യനും അതുമായി ബന്ധപ്പെട്ട കണക്റ്റിംഗ് ഫാക്ടറുമാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നീ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മാത്രം മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കരുതും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതും. നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ അല്ലേ? ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഐസോകോറിക് പ്രോസസ്സിൽ ഡാഷ് സ്ഥിരമായിരിക്കും. ഇത് തെർമോ ഡയനാമിക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യനാണ്. ഐസോ തെർമൽ, ഐസോബാറിക്, അഡിയബാറ്റിക്, ഐസോകോറിക്, ഈ 4 തെർമോ ഡയനാമിക്സ് പ്രോസസ്. അപ്പം തെർമോ ഡയനാമിക് പ്രോസസ് ഏതൊക്കെയാ? 1 ഐസോ തെർമൽ, 2 അഡിയബാറ്റിക്, ഐസോബാറിക്, ഐസോകോറിക്. മക്കളെ പഠിച്ചോണം. ഐസോ തെർമൽ പ്രോസസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ടെമ്പറേച്ചർ സ്ഥിരമായിരിക്കും. നമുക്കറിയാം ഐസോ എന്ന വാക്കിൻ്റെ അർത്ഥം സ്ഥിരം അല്ലെങ്കിൽ സെയിം എന്നൊക്കെയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഐസോ എന്ന വാക്കിൻ്റെ അർത്ഥം സെയിം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എന്നൊക്കെയാണ്. അപ്പോൾ ഐസോ തെർമൽ എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ, താപനില സ്ഥിരം എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്താണ്? 0 ആണ്. രണ്ടാമത്തെയാണ് അഡിയബാറ്റിക്. അഡിയബാറ്റിക് പ്രോസസ് എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് സെയിം, ഹീറ്റ് സ്ഥിരമായിരിക്കുമ്പോൾ എന്ന് വെച്ചാൽ DQ, ചേഞ്ചിങ് ഹീറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഐസോബാറിക് പ്രോസസ്, ബാർ എന്ന് വെച്ചാൽ പ്രഷറിന് യൂണിറ്റ് ആണ്, ഐസോ എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഐസോബാറിക് പ്രോസസ്സിനകത്ത് പ്രഷർ എന്തായിരിക്കും? മർദ്ദം എന്തായിരിക്കും? 0 ആയിരിക്കും, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ഥിരമായിരിക്കും. എന്ന് വെച്ചാൽ ചേഞ്ചിങ് പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. ലാസ്റ്റ് വൺ ഐസോകോറിക് പ്രോസസ്സ്. ഐസോകോറിക് പ്രോസസ്സിൽ വ്യാപ്തം സ്ഥിരമായിരിക്കും, ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? 0 ആയിരിക്കും. പഠിച്ചു വെച്ചോണേ. 4 തരം തെർമോഡൈനാമിക് പ്രോസസ്സ്. ഒന്നാമത്തെ പഠിച്ചോ, ഐസോ തെർമൽ, താപനില സ്ഥിരം. രണ്ടാമത്തെ പ്രോസസ്സ് അഡിയബാറ്റിക്, ഹീറ്റ് സ്ഥിരം. മൂന്നാമത്തത് ഐസോബാറിക്, പ്രഷർ മർദ്ദം സ്ഥിരം. ഐസോകോറിക്, വ്യാപ്തം സ്ഥിരം. അപ്പം നമ്മുടെ ആൻസർ എന്താ? ഇവിടെ ഒരു ഐസോകോറിക് പ്രോസസ്. കോറിക് എന്ന് വെച്ചാൽ എന്താ? വ്യാപ്തം എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. കാര്യം വ്യക്തമാണോടെ? ഇത് PYQ ആണ്. ഓക്കെ, ഞാൻ ചർച്ച ചെയ്യുന്നത് 2016 ഈ പറഞ്ഞ 18 എക്സാമുകൾ HSAയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം കൃത്യമായിട്ട് പഠിക്കുക. അപ്പം തെർമോഡൈനാമിക്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആയത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചോണം. ഇത് ഓർഗാനിക് കെമിസ്ട്രി എന്ന് വന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യൻ എന്താ? സൈക്ലോ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പൊതുസൂത്രം. സൈക്ലോ ആൽക്കൈൽ ഗ്രൂപ്പിന്റെ പൊതുസൂത്രം. ഓക്കെ അല്ലേ? അതിന് മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം, ശ്രദ്ധിച്ചോണം. എന്താ ആൽക്കേൻ? ആൽക്കേൻ ഒന്നുമില്ല, 2 കാർബണാറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അതെന്താണ്? ആൽക്കേൻ അല്ലയോ? ഓക്കെ, ആൽക്കേൻ്റെ ജനറൽ ഫോർമുല എല്ലാവർക്കും അറിയാം. പൊതുസൂത്രം CnH2n+2 ആണ്. ഒന്നും കൂടെ പറയാം. ആൽക്കേൻ്റെ പൊതുസൂത്രം CnH2n+2 ആണ്. N എന്ന് വെച്ചാൽ കാർബണാറ്റങ്ങളുടെ എണ്ണം. എന്നിൻ്റെ വില 4 ആണെങ്കിൽ N ഉള്ളിടത്തെല്ലാം 4 ഇട്ട് കൊടുക്കുക. C4H 2 × N4 അല്ലേ 4+2. അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? C4H 4 × 2 8ഉം 2ഉം 10 എന്ന് കിട്ടും. C4H 10 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? അപ്പോൾ ഒന്നും കൂടെ പറയാം. ആൽക്കേൻ മനസ്സിലായല്ലോ. ആൽക്കേൻ്റെ ജനറൽ ഫോർമുല എന്താ? CnH2n+2. എന്നാൽ ഇനി എന്താണ് ആൽക്കൈൽ? എന്താണ് ആൽക്കൈൽ? ഒന്നുമില്ലടെ ആൽക്കൈൽ. ആൽക്കേനിൽ നിന്നും ഒരു ഹൈഡ്രജൻ ആറ്റം പോയാൽ അതാണ് ആൽക്കൈൽ. നമുക്കറിയാം മീഥൈൽ, പ്രൊപ്പൈൽ,
പ്രൊപ്പൈൽ, ബ്യൂട്ടൈൽ, ഐസോപ്രൊപ്പൈൽ, സെക്ക് ബ്യൂട്ടൈൽ അല്ലേ. അപ്പൊ ആൽക്കൈൽ എന്ന് വെച്ചാൽ ആൽക്കേനിൽ നിന്ന് ഒരു എച്ച് പോകും. ആൽക്കേൻ എന്താ, ഒരു എക്സാമ്പിൾ CH4 എന്താ, മീതേൻ അല്ലേ. മീതേൻ അല്ലേ, ഇവിടെ നിന്ന് എച്ച് പോയാൽ എന്താ, CH3 എന്ത് കിട്ടും, മീതൈൽ. ഓക്കെ, അപ്പൊ ആൽക്കേന്റെ പൊതുസൂത്രം CnH2n+2 ആണെങ്കിൽ ആൽക്കൈലിന്റെ പൊതുസൂത്രം എന്താ, ഇവിടെ നിന്ന് ഒരു എച്ച് പോകുന്നതല്ലേ, CnH2n+1. കാരണം ഇവിടെ 2 എച്ച് ഉണ്ട്, ഒരെണ്ണം പോയി, അതാണ് CnH2n+1. ഇതാണ് ആൽക്കൈലിന്റെ പൊതുസൂത്രം. നമ്മുടെ ആൽക്കൈലിന്റെ പൊതുസൂത്രമല്ല ചോദിച്ചത്, നമ്മുടെ അടുത്ത് ചോദിച്ചത് എന്താണ്, സൈക്ലോ ആൽക്കൈൽ. ഇനി എന്താ സൈക്ലോ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഓപ്പൺ ചെയിൻ എന്തായിട്ട് വരും, ക്ലോസ്ഡ് ആയിട്ട് വരും. ഓപ്പൺ ചെയിൻ അതേ പ്രോപ്പർട്ടി കാണിക്കും, അതെന്താണ്, ക്ലോസ്ഡ് ആയിട്ട് വരും അല്ലേ. അതാണെന്ത്, സൈക്ലോ കോമ്പൗണ്ട്. ഞാൻ സിമ്പിൾ കാണിച്ചിട്ട് ഇങ്ങോട്ട് നോക്കുക, CH3 CH2 CH3 ഇതല്ലേ മക്കളെ, ഇതിൻ്റെ പേരല്ലേ പ്രൊപ്പെയിൻ എന്ന് വരും. പ്രൊപ്പെയിൻ 3 കാർബൺ ആറ്റം, 3 ആണെങ്കിൽ പ്രൊപ്പ്, ആൽക്കേൻ, പ്രൊപ്പെയിൻ. ഓക്കെ അല്ലേ. നമുക്കറിയാം ക്ലോസ്ഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കണ്ട ഇത് 2 ഓപ്പൺ ആയിട്ട് കിടക്കുക, CH3. ക്ലോസ്ഡ് ആയിട്ട് വരുമ്പോൾ അകത്ത് എന്താണ്, 2 ഹൈഡ്രാറ്റേ ഉള്ളൂ. കാർബൺ ആറ്റത്തിന് എണ്ണം ഒരു മാറ്റവും ഇല്ല. ക്ലോസ്ഡ് ആയിട്ട് വരുമ്പോൾ എല്ലായിടത്തും എന്താ, ആൽക്കേൻ ആണെങ്കിൽ എല്ലായിടത്തും എന്താണ്, ഈ പറയുന്ന 2 ഹൈഡ്രാറ്റേ ഉള്ളൂ. നമുക്ക് നോക്കാം, നോക്കിയേ, CH2 കണ്ട, നോക്കിയേ. അപ്പം നിങ്ങളും പറഞ്ഞേ, ഇവിടത്തെ ഈ പ്രൊപ്പേൻ്റെ രാസസൂത്രം പറഞ്ഞേ, 3 കാർബൺ ആറ്റം, ഹൈഡ്രജൻ ആറ്റം എണ്ണിക്കോ, 3 2 5 3 എന്താണ്, 8. ഓക്കെ അല്ലേ. ഇത് പ്രൊപ്പേൻ ആണെങ്കിൽ ഇതിൻ്റെ പേരാണ് സൈക്ലോപ്രൊപ്പേൻ. നിങ്ങൾ നോക്കിയ സൈക്ലോപ്രൊപ്പേൻ്റെ അകത്ത് കാർബൺ ആറ്റത്തിൽ ഒരു മാറ്റവുമില്ല, പക്ഷേ ഹൈഡ്രജൻ ആറ്റം നോക്കിയ 2 4 6 എന്താ, H6 എന്ന് വരും. അതിൻ്റെ അർത്ഥം ആൽക്കേനിൽ എത്ര ഹൈഡ്രാറ്റം ഉണ്ടോ അതിനേക്കാൾ 2 ഹൈഡ്രാറ്റം കുറവായിരിക്കും സൈക്ലിക് കോമ്പൗണ്ട് ആകുമ്പോൾ. ഓക്കെ അല്ലേ. ആൽക്കേനിൽ എത്ര ഹൈഡ്രാറ്റം ഉണ്ടോ അതിനേക്കാൾ 2 ഹൈഡ്രാറ്റം കുറവായിരിക്കും എവിടെ വരുമ്പോൾ, സൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ. ശ്രദ്ധിക്കുക, ആൽക്കേൻ്റെ ജനറൽ ഫോമിൽ എന്താ, CnH2n+2 അല്ലേ. ഇവിടെ നിന്ന് 2 എണ്ണം പോയി കഴിഞ്ഞാൽ സൈക്ലിക് ആകും, എന്താ, CnH2n ആകും. സൈക്ലോ ആൽക്കേൻ്റെ രാസസൂത്രം. ഓക്കെ അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞു ആൽക്കൈൽ ഗ്രൂപ്പ് എന്താ, ആൽക്കേനിന്ന് ഒരെണ്ണം പോകും അല്ലേ. അപ്പൊ സൈക്ലോ ആൽക്കൈൽ എന്താ, സൈക്ലോ ആൽക്കേനിൽ നിന്ന് ഒരെണ്ണം പോകും. സൈക്ലോ ആൽക്കേൻ്റെ CnH2n ആണെങ്കിൽ സൈക്ലോ ആൽക്കൈൽ എന്താ, CnH2n-1. അപ്പം നമ്മുടെ ആൻസർ ഈസ് ബി ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, CH3 CH2Br plus OH gives CH3 CH2OH plus Br. ഇത് ഏത് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്? 1 ഇലക്ട്രോഫിലിക് അഡീഷൻ, 2 ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, 3 ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, 4 ന്യൂക്ലിയോഫിലിക് അഡീഷൻ. ആൻസർ എന്താ, ന്യൂക്ലിയോഫിലിക് എന്താണ്, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, ഇപ്പം അതിനു മുന്നേ എന്താണ് ന്യൂക്ലിയോഫൈലും എന്താണ് ഇലക്ട്രോഫൈലെന്നും നമ്മൾ അറിയണം. ന്യൂക്ലിയോഫൈൽ നമുക്കറിയാം, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താ,
പോസിറ്റീവ് അല്ലേ? ഈ ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യുന്ന ഏതാണോ അതാണ് ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയസ് ലവിങ്, ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ചാർജായ നെഗറ്റീവ് ചാർജ് അല്ലേ ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ചാർജ് വരുന്ന എല്ലാം എന്താണ്? ന്യൂക്ലിയോഫൈല. നെഗറ്റീവ് മാത്രമല്ല, ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ ആറ്റം, ന്യൂട്രൽ മോളിക്യൂൾസും എന്ത് ചെയ്യും? ന്യൂക്ലിയസിനെ ലവ് ചെയ്യും. ഒരിക്കലും പോസിറ്റീവ് ചാർജ് ലവ് ചെയ്യത്തില്ല, കാരണം ന്യൂക്ലിയസിന് ഓൾറെഡി പോസിറ്റീവാ. പോസിറ്റീവ് വരുമ്പോൾ അവിടെ റിപ്രസീവ് ഫോഴ്സ് അനുഭവപ്പെടുന്നത്. ലവ് ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് വേണം, അറിയാലോ. ഓക്കെ അല്ലേ? അപ്പം ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിനെ ലവ് ചെയ്യുന്ന സാധനത്തിന് ഒന്നെങ്കിൽ നെഗറ്റീവ് ആകാം, അല്ലെങ്കിൽ ന്യൂട്രൽ ആകാം. അപ്പൊ ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ് ആണ്. ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. അപ്പൊ ഇലക്ട്രോണിനെ ലവ് ചെയ്യുന്ന അവൻ എന്തായിരിക്കും? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോഫൈൽ. പോസിറ്റീവ് മാത്രമാണ് നമ്മുടെ ന്യൂട്രൽ അളിയനും ഉണ്ട്, ന്യൂട്രൽ മോളിക്യൂൾസും ഉണ്ട്, ചാർജ് ഇല്ലാത്ത മോളിക്യൂൾസും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ന്യൂക്ലിയോഫൈൽ എന്ന് വെച്ചാൽ ന്യൂക്ലിയസ് ലവിങ്, നെഗറ്റീവ് ചാർജ് ആകാം, ന്യൂട്രൽ ആകാം. ഇലക്ട്രോഫൈൽ ഇലക്ട്രോൺ ലവിങ്, പോസിറ്റീവ് ചാർജ് ആകാം, ന്യൂട്രൽ മോളിക്യൂൾസ് ആകാം. ഇനി എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഒരു വീക്ക് ന്യൂക്ലിയോഫൈൽ മാറിയിട്ട് അവിടെ എന്ത് വരുന്നു? സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ വരുന്നു. ഒരു വീക്ക് അവനെ എടുത്ത് മാറ്റിയിട്ട് സ്ട്രോങ് അവൻ വരുന്നു. അതാണെന്ത്? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലേ? മനസ്സിലായോ? സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഒന്ന് മാറിയിട്ട് ഇപ്പൊ ക്രിക്കറ്റ് കളിക്കാത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരാൾക്ക് പരിക്ക് പറ്റുമ്പോൾ അവനെ മാറ്റിയിട്ട് വേറൊരുത്തൻ വരുന്നു. അതാണ് ഇവിടെയും വരുന്നത്. ഇവിടെ വീക്കായിട്ടുള്ള, അതായത് പരിക്ക് പറ്റിയവൻ വീക്കല്ലേ, വീക്കുള്ളവനെ മാറ്റിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ളവൻ വരുന്നു. ക്രിക്കറ്റ് കളിക്കാത്ത ഇപ്പം വിരാട് കോഹ്ലിക്ക് പരിക്ക് പറ്റിയിട്ട് അടുത്തൊരുത്തൻ വരുന്ന കൂട്ട്, അതിപ്പം വീക്കായിട്ടുള്ള ഒരുത്തനെ മാറ്റിയിട്ട് അവിടെ എന്ത് വരുന്നു? സ്ട്രോങ് ആയിട്ടുള്ള ഒരുത്തൻ വരുന്നു. അത്രേ ഉള്ളൂ. എന്താണ് ഈ പറഞ്ഞ? എന്താണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ? നമുക്കറിയാം ന്യൂക്ലിയോഫൈൽ എക്സാമ്പിൾ Cl മൈനസ്, നെഗറ്റീവ് ചാർജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, Cn മൈനസ്, Br മൈനസ് അല്ലേ, OH മൈനസ്. ഓക്കെ, എന്നാൽ ഈ ഹാലജനൊക്കെ, ഹാലജൻ, ക്ലോറിൻ, ബ്രോമിൻ, ഹാലജനൊക്കെ എന്തായിരിക്കും? വീക്ക് ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഇതിന് എക്സാമ്പിൾ നോക്കാം. നോക്കിയേ, CH3 CH2 Br പ്ലസ് OH പ്ലസ് എന്താണ്? OH. മക്കളെ, ഈ പറയുന്ന Br വീക്കാണ്. Br എടുത്ത് അപ്പുറത്തോട്ട് കളഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? OH വരുന്നു. അപ്പോൾ എന്താ? CH3 CH2 Br സ്ഥാനത്ത് OH വരുന്നു, പ്ലസ് Br വരുന്നു. ഈ റിയാക്ഷൻ അല്ലേ ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതെന്തിന് എക്സാമ്പിളാ? ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഉദാഹരണമാണ്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഒരു ഡാഷ് ആണ്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഒരു ബേസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഒരേ ഗ്രിഗ്നാർഡ് റിയാജന്റ് ഒരു ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ ആണ്. എന്താ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്? ഓർഗാനിക് കാർബണിന്റെ കൂടെ ഒരു മെറ്റൽസ് വരും. ആ കാർബണും മെറ്റൽസ് തമ്മിലുള്ള ബോണ്ടിങ് ആണ് എന്ത്? ഓർഗാനോ മെറ്റാലിക് ബോണ്ട് എന്ന് പറയും. ബോണ്ട്. ഓക്കെ അല്ലേ? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് എക്സാമ്പിൾ ആണ് ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഗ്രിഗ്നാർഡ് റിയേജന്റിന്റെ ഫോർമുലയാണ് RMgX എന്ന് വെച്ചാൽ R എന്നുള്ളത് ആൽക്കൈൽ, M എന്നുള്ളത് Mg എന്നുള്ളത് മഗ്നീഷ്യം, X എന്നുള്ളത് ഹാലജൻ. ഓക്കെ അല്ലേ? ഹാലജനെ സൂചിപ്പിക്കുന്നതാണ് X. അത് ക്ലോറിൻ ആകാം, ബ്രോമിൻ ആകാം, അയോഡിൻ ആകാം. ഇത് പറയുന്നതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെച്ചോണം. എന്താണ് ആൽക്കൈൽ ഹാലൈഡ്? എന്താണ് ആൽക്കൈൽ ഹാലൈഡ്? ഒന്നുമില്ലടേ, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടെ, ആൽക്കൈൽ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ് R. ആൽക്കൈൽ ഗ്രൂപ്പിന്റെ കൂടെ ഒരു ഹാലജൻ വന്നാൽ അതാണ് ആൽക്കൈൽ ഹാലൈഡ്. ഇത് നമുക്ക് പഠിക്കാറുണ്ട്. ഹാലോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അരീൻസ് അല്ലേ? ഒരാൽക്കൈൽ ഗ്രൂപ്പാണ് CH3. നമുക്കറിയാം മീത്തൈൽ. ഇതിൻ്റെ കൂടെ ഒരു ഹാലജൻ വന്നു. ഹാലജനാണ് ബ്രോമിൻ എന്ന് വിചാരിക്കുക. ഇതൊരു ആൽക്കൈൽ ഹാലൈഡാ. എന്നാൽ ഒരു ബെൻസീൻ റിങ്ങിൻ്റെ കൂടെ, ഒരു ബെൻസീനാണ് ആരോമാറ്റിക്, അതിൻ്റെ കൂടെ ഹാലജൻ ക്ലോറിനോ ബ്രോമിനോ വന്നാൽ ഇതാണ് അരൈൽ ഹാലൈഡ് അല്ലെങ്കിൽ ഹാലോ അരീൻസ്.
മനസ്സിലായോടെ? ഇപ്പൊ ഒന്നും കൂടെ പറയാം. എന്താ ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ? ആൽക്കൈൽ ഹാലൈഡ് എന്ന് വെച്ചാൽ ആൽക്കേന്റെ കൂടെ ഹാലജൻ വന്നാൽ അതാണെന്ത്? ആൽക്കൈൽ ഹാലൈഡ്. ഓക്കെ അല്ലേ? ആൽക്കൈൽ ഹാലൈഡിനെ സൂചിപ്പിക്കുന്നത് RX കൊണ്ടാണ്. R എന്ന് വെച്ചാൽ ആൽക്കൈൽ, X എന്ന് വെച്ചാൽ ഹാലജൻ, ആൽക്കൈൽ ഹാലൈഡ്. ഇനി എങ്ങനെയാണ് ഗ്രിഗ്നാർഡ് റിയേജന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ശ്രദ്ധിച്ചോണം. ആൽക്കൈൽ ഹാലൈഡ് അല്ലേ, ഇതെന്തുമായിട്ട് റിയാക്ട് ചെയ്യും? മഗ്നീഷ്യവുമായി റിയാക്ട് ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ഒന്നും കൂടെ പറയാം. ആൽക്കൈൽ ഹാലൈഡ് മഗ്നീഷ്യവുമായി പ്രവർത്തിക്കും ഇൻ ദ പ്രസൻസ് ഓഫ് എന്താണ്? ഡ്രൈ ഈതർ. അപ്പൊ ഈ മഗ്നീഷ്യം എന്ത് ചെയ്യും? ഇവിടെ വന്ന് കിടക്കണ്ടോ? ഈ ആൽക്കൈൽ ഗ്രൂപ്പിന്റെയും ഹാലജൻ ഗ്രൂപ്പിന്റെ ഇടയ്ക്ക് ഏതവൻ വന്ന് കിടക്കും? മഗ്നീഷ്യം വന്ന് കിടക്കും. RMgX എന്ന് പറയും. ഇനി അതിനൊരു എക്സാമ്പിൾ ഞാൻ ചെയ്യാം. CH3X, ഇതൊരു ആൽക്കൈൽ ഹാലൈഡ് അല്ലേ? എക്സിന് പകരം ഞാൻ Br കൊടുക്കുക. അതിനെ എന്തുമായി റിയാക്ട് ചെയ്തു? മഗ്നീഷ്യവുമായി റിയാക്ട് ചെയ്തു ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അപ്പൊ എന്ത് ചെയ്യും? ഈ മഗ്നീഷ്യം എന്താണ്? യോമിന്റെ ഇടയ്ക്ക് വന്ന് കിടക്കും. അപ്പൊ എന്താ? CH3 പറ MgBr എന്ന് വരും. എന്ന് വെച്ചാൽ CH3 എന്താ? മീഥൈലാണ്. Mg എന്താ? മഗ്നീഷ്യമാണ്. Br എന്താ? ബ്രോമൈഡ് ആണ്. അപ്പൊ എന്താ? മീഥൈൽ മഗ്നീഷ്യം ബ്രോമൈഡ്. ഇനി ഇതെങ്ങനെ ബേസ് ആണെന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെ ബേസ് ആയി? ഒന്നുമില്ല. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ്. ഒരു പദാർത്ഥം വെള്ളത്തിലിട്ടാൽ H+ കിട്ടിയാൽ ആസിഡും OH- കിട്ടിയാൽ ബേസും. അപ്പൊ ഈ ഗ്രിഗ്നാർഡ് റിയേജന്റ് എവിടെ ഇടണം? വെള്ളത്തിൽ ഇട്ട് OH കിട്ടുന്നുണ്ടോ നോക്കണം. OH കിട്ടിയാൽ എന്താ? അവൻ ബേസാ. H+ കിട്ടിയാൽ എന്താ? അവൻ ആസിഡാ. അപ്പൊ ഇങ്ങോട്ട് നോക്കിയാൽ മക്കളെ, R എന്ന് പറയുന്ന RX ഇതല്ലേ, RMgX ഇതല്ലേ ഗ്രിഗ്നാർഡ് റിയേജന്റ്. ഇതിന് എന്തുമായി റിയാക്ട് ചെയ്യണം? വെള്ളം H2O. ഞാൻ H2O HOH കൊണ്ട് സൂചിപ്പിക്കുക. HOH കൊണ്ട് സൂചിപ്പിക്കുക. H2O പ്ലസ് നോക്കി HOH. അപ്പൊ എന്ത് ചെയ്യുമെന്നറിയോ? ഈ ആറിൻ്റെ കൂടെ ഈ H അവൻ വരും. ഇപ്പൊ എന്താ? RH കിട്ടി. ബാക്കി എന്താ മക്കളെ? OH കണ്ടോ? ഈ പറഞ്ഞ Mgയുടെ Xൻ്റെയും നടുക്ക് വന്ന് കിടക്കും MgOH-X എന്ന് വരും. കാരണം ഇവിടെ OH കിട്ടിയത് കൊണ്ട് ഇവരെന്താണ്? ഇവൻ ബേസ. ഒരു എക്സാമ്പിൾ നോക്കാം മക്കളെ. CH3 MgBr അല്ലേ? ഈ CH3 MgBr ഇവൻ എന്താണ്? CH3 MgBr ഇവൻ എന്താണ് മക്കളെ? ഇവൻ H2Oയുമായിട്ട് പ്രവർത്തിക്കുക, HOH. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ H ഇവിടെ വരും. കണ്ട? CH3 എന്താകും? CH4 ആകും. പ്ലസ് OH അവൻ നടുക്ക് വരും. കണ്ട? അപ്പൊ എന്താ? MgOH-Br എന്ന് വരും. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ചോണം, ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് അല്ലേ ഇത്, വെള്ളവുമായി പ്രവർത്തിച്ചാൽ കിട്ടുന്ന എന്താ? ആൽക്കേൻ. നോക്കി, ഇതിൻ്റെ പേരെന്താ? മീത്തേൻ എന്നല്ലേ? CH4 മീത്തേൻ എന്നല്ലേ? അപ്പം നിങ്ങൾ പഠിക്കേണ്ട കാര്യം, ഒരു ഗ്രിഗ്നാർഡ് റിയേജന്റ് വെള്ളവുമായി പ്രവർത്തിച്ചാൽ കിട്ടുന്നത് ആൽക്കേനാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുതും, ലൈക്ക് ചെയ്യാൻ മറക്കരുതും, മാക്സിമം കൂട്ടുകാരിലേക്ക് എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. താങ്ക് യു വെരി മച്ച്.